റാപ്പർ വേടന്റെ തൃശൂരിലെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തി. വേടന്റെ മൊബൈൽ ഫോൺ കസ്റ്റഡിയിലെടുത്തു. ഇന്നലെയാണ് തൃക്കാക്കര പോലീസ് പരിശോധന നടത്തിയത്. സാലി ചേരുകയാണ്. സാലി, വേടനെതിരെ ബലാത്സംഗ കേസ് വന്നിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണോ ഈ റെയ്ഡ്? അതായത് വേടനെതിരെ യുവ ഡോക്ടർ നൽകിയ പരാതിയെ തുടർന്ന് IPC 376 376 2N രണ്ട് വകുപ്പുകൾ പ്രകാരം തൃക്കാക്കര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. തുടർ നടപടികളിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ തൃശ്ശൂരിലെ വീട്ടിലെത്തിയതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രണ്ട് സാധ്യതകളുണ്ട്. ഒന്ന്, ഹൈക്കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ അനുകൂലമായ ഒരു തീരുമാനം വേടൻ ഉണ്ടായിരുന്നില്ല. 18ലേക്ക് മാറ്റിവെക്കുകയുണ്ടായത്. അറസ്റ്റ് ചെയ്യരുത് എന്നൊന്നും കോടതി ഇതുവരെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഒന്നുകിൽ പോലീസ് എത്തിയത് വേടനെ അറസ്റ്റ് ചെയ്യാനാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തെളിവുകൾ ശേഖരിക്കുന്നതിന് വേണ്ടിയാകും. പോലീസ് കൃത്യതയോടെ പറയുന്നില്ല. ഏതായാലും ഇന്നലെ വേടന്റെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു മൊബൈൽ ഫോൺ കണ്ടെടുത്തിട്ടുണ്ട്. വേടന്റേത് എന്ന് കരുതുന്ന ഒരു മൊബൈൽ ഫോൺ കണ്ടെടുത്തിട്ടുണ്ട് എന്ന് പോലീസ് പറയുന്നു. ഏതായാലും തുടർ നടപടികളിലേക്ക് ഇനി കടക്കുന്ന കാര്യത്തിൽ പോലീസിനുള്ള ഒരു അനിശ്ചിതത്വം. വേടന്റെ ആന്റിസിപ്പേറ്ററി ബെയിൽ ആപ്ലിക്കേഷൻ ഹൈക്കോടതിയിലുണ്ട്. അത് 18ലേക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സാധാരണ നിലയിൽ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്ത ഒരു പ്രതിയുടെ തുടർ നടപടികളിലേക്ക്, അറസ്റ്റ് ഉൾപ്പെടെയുള്ള തുടർ നടപടികളിലേക്ക് കടക്കണമെങ്കിൽ അതിലൊരു തീരുമാനം ഹൈക്കോടതി പറയുന്നത് വരെ പോലീസ് കാത്തു നിൽക്കാറുണ്ട്. പക്ഷേ ഇത് നമുക്കറിയാം, 376 376 2N ബലാത്സംഗവും തുടർച്ചയായ ബലാത്സംഗവും ആ രണ്ട് വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. അപ്പം ഗൗരവമുള്ള വകുപ്പാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഹൈക്കോടതി തീരുമാനം വരുന്നവരെ വെയിറ്റ് ചെയ്യൂ എന്നുള്ളതാണ്. പക്ഷെ അതിനുള്ളിൽ പരമാവധി തെളിവുകൾ ശേഖരിക്കുക, പോലീസിന് ഇക്കാര്യത്തിൽ തെളിവ് കിട്ടുകയും ബോധ്യപ്പെടുകയും ചെയ്താൽ തുടർ നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ് അന്വേഷണ സംഘം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും ഇന്നലെ ഒരു പരിശോധന നടന്നിട്ടുണ്ട്. വേടൻ ഇപ്പോൾ എവിടെയാണ് എന്നതിനെ സംബന്ധിച്ച് ഒരു വ്യക്തത കുറവ് പോലീസിനും ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വേടൻ എവിടെയാണെന്ന് അറിയുമോ എന്ന് നമ്മൾ അന്വേഷണ ഉദ്യോഗസ്ഥരോട് SIT പ്രത്യേക അന്വേഷണ സംഘം നിയോഗിച്ചിട്ടുണ്ട്. അവരോട് ചോദിച്ചപ്പോൾ അറിയില്ല, വ്യക്തതയില്ല എന്ന മറുപടി തന്നെയാണ് പോലീസ് മാധ്യമങ്ങളോട് പറയുന്നത്. ഏതായാലും അതോ ഹൈക്കോടതി തീരുമാനം വരുന്നത് വെയിറ്റ് ചെയ്യുകയാണോ എന്നതും വ്യക്തമല്ല. ഏതായാലും ഒരു റെയ്ഡ് ഇന്നലെ നടന്നിട്ടുണ്ട്. അത് തൃശ്ശൂരിലെ വീട്ടിലാണ്. അവിടെ നിന്നൊരു മൊബൈൽ ഫോണും കണ്ടെടുത്തിട്ടുണ്ട്.